ഹായ്, ഞാൻ കിരൺ. ഈ മാത്സ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. മാത്സ് നമ്മൾ ഡെയിലി പല കാര്യങ്ങൾക്കും പല ആവശ്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സമയം കാണാനാണെങ്കിലും നമ്മളെ പൈസ, മറ്റ് കാര്യങ്ങൾ എന്തിനൊക്കെ നമ്മൾ മാത്സ് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ എല്ലാം കാണുന്ന എല്ലാ വസ്തുക്കളിലും എന്തിൻ്റെയൊക്കെ ഡയമെൻഷൻസും മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കാനും എല്ലാത്തിനും നമ്മൾ ഈ മാത്സ് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ആശ്ചര്യപ്പെടും. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഒന്ന് ട്രിക്കി ആയിട്ട് ഇതൊന്ന് ചിന്തിക്കേണ്ടി വരും. ക്യൂരിയസ് ആയല്ലേ എല്ലാവരും? അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. അതായത് നിങ്ങൾ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ പെട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പൈസക്ക് വളരെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പണി, ഒരു പർട്ടിക്കുലർ ഒരു ജോബ് നിങ്ങൾക്ക് തരികയാണ് ഒരു മാസത്തെ. അപ്പോൾ അതിന് ശമ്പളമായിട്ട് ആ ആൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരും. അതായത് ഒന്ന്, നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് 1 കോടി രൂപ, അല്ലെങ്കിൽ ഡെയിലി ഓരോ രൂപ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇന്ന് 1 രൂപയാണെങ്കിൽ നാളെ 2 രൂപ, മറ്റന്നാൾ 4 രൂപ, അതിൻ്റെ പിറ്റത്തെ ദിവസം 8 രൂപ, അങ്ങനെ ഓരോ ദിവസം ഇരട്ടിച്ചുകൊണ്ട് പോകും. അറ്റ് ഫൈനൽ 30ാമത്തെ ദിവസം എത്രയാണോ ആ എമൗണ്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ ഏതായിരിക്കും ഇതിൽ സെലക്ട് ചെയ്യുക? ഞാൻ വിചാരിക്കുന്നത് ഭൂരിഭാഗം പേരും ഇതിൽ സെലക്ട് ചെയ്യുന്നത് ആദ്യം പറഞ്ഞ ആ 1 കോടി രൂപയായിരിക്കും, അല്ലേ? പക്ഷേ ഞാനത് സെലക്ട് ചെയ്യില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. നമുക്കിത് ഇങ്ങനെ കണക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ എഴുതി കാണിക്കാം, അത് മനസ്സിലാവും. സംഭവം സിമ്പിളായിട്ട് ചിന്തിക്കുമ്പോൾ 1 കോടി രൂപയല്ലേ വലുത്. ഇതാവുമ്പോൾ നമ്മൾ 10 ദിവസം എടുക്കുമ്പോൾ തന്നെ അവിടെ 1024 രൂപയെ വരുന്നുള്ളൂ 10 ദിവസം. അപ്പോൾ ഒരു മാസത്തിൽ 10 ദിവസം അവിടെ പോയി. പിന്നെ ബാക്കി 20 ദിവസത്തിൽ എത്ര മൾട്ടിപ്ലൈ ചെയ്യാനാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ശരിക്കും അങ്ങനെയല്ല. നമ്മളൊന്ന് ഇത് കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ആശ്ചര്യപ്പെടും. ആ 30ാമത്തെ ദിവസം എത്രയായിരിക്കും എന്നല്ല എല്ലാവരുടെ മൈൻഡിൽ. അത് ഏതാണ്ട് 53,68,70,912. ഇത്രയും വരുമെന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള കണക്ക് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, നമുക്കെന്നാൽ ആ കണക്കിലോട്ട് ഇങ്ങനെ കിടക്കാം. ശരിക്കും എല്ലാവർക്കും ഈ മാത്സ് അത്ര സിമ്പിളായിക്കൊള്ളണമെന്നില്ല. ഇത് കണ്ടെത്താനുള്ള സിമ്പിളായിട്ടൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിത് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാം. ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് 1-2 സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് കാണുന്ന എല്ലാവർക്കും ഈ ഫോർമുല, മാത്സ് ഇതൊക്കെ കാണുമ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ചു പോകും. നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ ചെയ്ത് കാണിക്കാം. ഓക്കെ, എല്ലാവരും ഇത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കണ്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ടാവും. ഞാനും ആദ്യം കണ്ടപ്പോൾ ഒന്ന് ആശ്ചര്യപ്പെട്ടു പോയി. ഒരാൾ എൻ്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചു, ഞാൻ ഇതിന് മറുപടി പറഞ്ഞു. പറഞ്ഞപ്പോൾ എല്ലാവരും പോലെ തന്നെ ഞാനും ഒരു കോടി തന്നെയാണ് ഞാനും പറഞ്ഞത്. ശരിക്കും ഇത് ഇത്രയും വലിയൊരു ഏതാണ്ട് 53.5 കോടി രൂപയോളം ഇത് വരുന്നുണ്ട് 30 ദിവസത്തിനുള്ളിൽ. ശരിക്കും ഇത് ഡബിളിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആദ്യത്തെ കുറച്ച് ദിവസം നമുക്കിത് ചെറിയ തുച്ഛമായ പൈസ ഇതിൽ ഡബിളായിട്ട് കാണുന്നുള്ളൂ. അറ്റ് ദ ഫൈനൽ ലാസ്റ്റ് ഈ 25 ദിവസത്തിന് ശേഷമാണ് ഇത് ഏറ്റവും കൂടുതൽ പീക്കിലേക്ക് എത്തുന്നത്. അതാണ് ഈ ഡബിളിങ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ട്രിക്കായിട്ടുള്ളൊരു കാര്യം. രണ്ടാമത്തെ ഒരു പേപ്പർ, ഇപ്പോൾ എല്ലാവരും കാണുന്നത് A4 പേപ്പർ. ഈ ഒരു പേപ്പറിന് ഏതാണ്ട് 1 മില്ലിമീറ്റർ തിക്നെസ് കനം ഉണ്ടെന്ന് സങ്കല്പിക്കുക. നോർമലി ഒരു പേപ്പറിന് അത്രയും തിക്നെസ് ഉണ്ടാവില്ല, ഏതാണ്ട് 0.3 mm ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ അത്രയും അസ്യൂം ചെയ്യുക. അതായത് 1 mm തിക്നെസ് ഉള്ള ഒരു പേപ്പർ. ഈ പേപ്പറിനെ ഞാൻ ഒരു 40 തവണ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ മടക്കുകയാണ്. ആ മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കും? ഇപ്പം ചെറിയൊരു പേപ്പറല്ലേ,
ആ പേപ്പർ എത്ര മടക്കി കഴിഞ്ഞാലും കൂടിപ്പോയാൽ ഒരു ഇത്രയും ഉയരം വെക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇത്രയും വേണ്ട, കൂടിപ്പോയാൽ ഒരു 10 മീറ്റർ ആണോ? എന്നാൽ അങ്ങനെയല്ല. ഈ 1 mm തിക്നെസ്സുള്ള ഈ പേപ്പർ നമ്മൾ 40 തവണ ഇങ്ങനെ മടക്കുകയാണെങ്കിൽ ഓരോ തവണ നേരത്തെ പറഞ്ഞ അതേ ലോജിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓരോ തവണയും ഡബിൾ ആവുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഈ 40ാമത്തെ തവണ ഇതിൻ്റെ ഉയരം ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ ആയിരിക്കും. അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് പോകുന്ന ദൂരം ഏത് ഈ 1 mm തിക്നെസ്സുള്ള പേപ്പറിനെ മടക്കി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞത്. ഇതൊരു ആശ്ചര്യപ്പെടുത്തുന്നൊരു കാര്യമല്ലേ? ശരിക്കും ഇത് മറ്റൊരു കാര്യമുണ്ട്. നോർമലി ഒരു A4 സൈസ് പേപ്പർ അല്ലെങ്കിൽ ആ A4 സൈസിലുള്ള ഏതൊരു പേപ്പറാണെങ്കിലും നമുക്ക് 8 തവണയിൽ കൂടുതൽ മടക്കാൻ പറ്റില്ല എന്നാണ്. കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്, 12 തവണ വരെ മടക്കിയ ആൾക്കാരുണ്ട്. വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും ഉള്ള പേപ്പർ എടുത്തിട്ട് 12 മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം മടക്കാൻ പറ്റിയിട്ടില്ല. മറ്റേ ഹൈഡ്രോളിക് പ്രസ്സൊക്കെ വെച്ചിട്ടാണ് അവർ മടക്കിയത്. ശരിക്കും അതൊരു ശരിയായിട്ടുള്ള കാര്യമാണ്, മടക്കാൻ പറ്റില്ല 12 തവണ മാക്സിമം. നമുക്ക് നോർമലി നമ്മുടെ കയ്യിലുള്ള A4 ഷീറ്റൊക്കെ ഒരു 8 തവണയൊക്കെ ഞാൻ മടക്കി നോക്കിയിട്ടുണ്ട്. 8ാമത്തെ തവണ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് മടക്കിയത്. അത് പറ്റില്ല മടക്കാൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.